ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തു പറ്റി ശ്യാമേ? ഒന്നുമില്ല അടുത്തി. ഇതൊന്നും എടുത്തു കാണുന്ന മോള് പറഞ്ഞപ്പോ എനിക്കത് സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ലല്ലോ. അത് കുഴപ്പമില്ല. ഫിദ മാഡത്തിന്റെ പ്രത്യേകത എന്താന്ന് അവർക്ക് രണ്ടുപേർക്കും അറിയാലോ. പിന്നെ ശ്യാമ, വരുൺ പെട്ടെന്ന് ശ്യാമ മാഡം എന്ന് വിളിച്ചപ്പോ ശ്യാമ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ലല്ലേ? ഇല്ല അടുത്തി, ഞാനാണെങ്കിൽ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുകയും ചെയ്തു. പിന്നെ വരുൺ പറഞ്ഞത് ശ്യാമ മാഡത്തിന്റെ പാറ്റേൺ സാരിയാണെന്നല്ലേ? അതുകൊണ്ട് സംശയിക്കണ്ടെന്ന് തോന്നുന്നു. വരുണിന് സംശയം തോന്നാനുള്ള ഒരു കാരണം ഇതുവരെ ഉണ്ടായിട്ടില്ല, അത് ഉറപ്പാ. വരുൺ കുറച്ചു മാത്രമല്ലേ എന്നെ കണ്ടിട്ടുള്ളൂ. എന്നാലും ഈ കള്ളത്തരം കാണിക്കുമ്പോ ഒരു കുഴപ്പമുണ്ട്. ഏത് സമയവും പിടിക്കപ്പെടുന്നൊരു തോന്നല് വരുമല്ലോ. അങ്ങനെ പറ്റിപ്പോയതാ. എടുത്തേ, ഞാനിതൊന്ന് എടുത്തു നോക്കട്ടെ. മോള് തന്ന സമ്മാനമായോണ്ട് ഇപ്പൊ തന്നെ ഉടുക്കാതിരിക്കാൻ പറ്റുന്നില്ലല്ലേ? ഇതൊക്കെ ആദ്യത്തെ അനുഭവമല്ലേ? എന്റെ മോളും അവളുടെ ഭർത്താവും കൂടി തിരഞ്ഞെടുത്തൊരു സാരി. സ്വപ്നത്തിൽ പോലെ ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടില്ല. അവളെ കണ്ടുകിട്ടുന്നത് പോലും വിദൂരമായ സ്വപ്നമായിരുന്നില്ലേ? കണ്ടുകിട്ടി. ഇപ്പതാ കൂടെയുണ്ട്. അവൾക്കിപ്പോ മെച്ചപ്പെട്ടൊരു ജീവിതമുണ്ട്. അപ്പോ എങ്ങനെ നോക്കിയാലും അമ്മ ഹാപ്പി ആയിരിക്കണ്ടേ? ഹാപ്പി ആയിരിക്കുന്നതൊക്കെ സന്തോഷമുള്ള കാര്യാ. ഇത് പറഞ്ഞു പോകുന്ന ആള് കുറച്ചു കഴിയുമ്പോ മുഖം വീർപ്പിച്ചിരിക്കുന്ന ഞാൻ കാണരുത്. എടുത്ത് എന്നെ സഹിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം. ഓ, അങ്ങനെ വലിയ വിനയൊന്നും വേണ്ട. ഇയാളെ എനിക്ക് നന്നായിട്ട് അറിയാം. ദേ, എനിക്ക് ശ്യാമയുടെ മനസ്സ് സന്തോഷിച്ചാൽ മാത്രം മതി. ആളുകളുടെ മനസ്സ് വായിക്കുന്നതിലും മിടുക്കനാണല്ലോ. അങ്ങനെ വലിയ മിടുക്കൊന്നുമില്ല. പിന്നെ അത്യാവശ്യം വേണ്ടുന്നത് ഊഹിച്ചെടുക്കാൻ അറിയാം. ഞാൻ കരുതി വരുൺ സെലക്ട് ചെയ്യുന്ന സാരി ഫിദ മാഡത്തിന് ഇഷ്ടാവില്ലെന്ന്. പക്ഷേ ഫിദ മാഡം തൊട്ട് നോക്കിയ രീതി കണ്ടാൽ അറിയാം ഗംഭീരായിട്ട് ഇഷ്ടായിന്ന്. അതൊക്കെ ഒരു മിടുക്കല്ലേ കുട്ടി. ഫിദ മാഡം സ്വന്തമായിട്ട് വെച്ച ഭക്ഷണം തിരിച്ചറിയുന്നു. ഫിദ മാഡത്തിന് ഇഷ്ടപ്പെട്ട കളർ ഏതാ, പാറ്റേൺ ഏതാന്ന് തിരിച്ചറിയുന്നു. കഴിവിന്റെ കാര്യത്തിൽ എന്റെ കുട്ടി ഒരു മിടുക്കനാണല്ലോ. ആണോ? എന്നാ നമുക്കിപ്പൊ തന്നെ ഫിദ മാഡത്തെ വിളിച്ചങ്ങ് പറഞ്ഞാലോ? എന്തു പറയാൻ? അല്ല, ഫിദ മാഡത്തിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടുപിടിച്ചതിൽ അല്പം കുശുമ്പുണ്ടെന്ന്. അയ്യേ, കുശുമ്പോ? എനിക്കൊരു കുഴപ്പമില്ല. മാത്രല്ല വലിയ സന്തോഷാവുകയും ചെയ്യും.